വെൽക്കം ടു ലീവ് ഫോർ ട്രാവലിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ലീവ് ഫോർ ട്രാവലിങ്ങിൻ്റെ അടുത്തൊരു ഇൻ്റർനാഷണൽ ട്രിപ്പാണ്, കുട്ടി ഇൻ്റർനാഷണൽ ട്രിപ്പ്. അതങ്ങനെ പറയാൻ കാരണം നമ്മുടെ നൈബർഹുഡ് കൺട്രിയാണ്. അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, ഞാൻ നിങ്ങൾക്കൊരു ക്ലൂ തരാം. അക്കുച്ചേട്ടനും ഡോൽമമ്മായിയും ഒക്കെ കസറിയ ഒരു സ്ഥലമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണും. അതെ, നേപ്പാളിലേക്കാണ് എൻ്റെ ട്രിപ്പ്. അപ്പോൾ ഞാൻ ആദ്യം ബാംഗ്ലൂർ ടു ഡൽഹി, ഡൽഹി ടു കാഠ്മണ്ഡു ആണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യാനുള്ളത് ഈ വ്ളോഗിൽ കാണിക്കാം. ഇതൊരു 2 സീരീസ് ആയിട്ടായിരിക്കും. ഞാൻ 2 പ്ലേസാണ് കവർ ചെയ്യുന്നത്, കാഠ്മണ്ഡു ആൻഡ് പൊക്ര. അങ്ങനെ നേപ്പാളിലേക്ക് ഒരു സോളോ ട്രിപ്പാണ്. അപ്പോൾ ഈജിപ്തിൻ്റെ ഒരു സീരീസ് ഒക്കെ ഈജിപ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ഞാൻ ഉടനെ ഒന്നും പ്ലാൻ ചെയ്തിരുന്നില്ല. ഇതിങ്ങനെ പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോൾ ഞാൻ നേപ്പാളാണ് ചൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് നോക്കാം അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. നേപ്പാൾ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കൺട്രിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അടുത്തുമാണ്. അങ്ങനെയാണ് നേപ്പാൾ ട്രിപ്പ് പ്ലാനായത്. അങ്ങനെ ഡൽഹിയിൽ ഇറങ്ങി എയർക്രാഫ്റ്റ് ചേഞ്ച് ചെയ്തു, ഒരു കുട്ടി ലേ ഓവർ കിട്ടി, ഒരു ചായയും സമൂസയും അടിക്കാനുള്ള. പിന്നെ കാഠ്മണ്ഡു ഫ്ലൈറ്റിലേക്ക് കയറി. അങ്ങനെ ലാൻഡിങ് ആവാറായിട്ടുണ്ട്. നേപ്പാളിൽ വന്നവരൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നേപ്പാളിലെ ലാൻഡിങ് കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്, മലകളൊക്കെ ആയിട്ട് ചുറ്റും. ഞാൻ ആ ഒരു കാഴ്ച ആസ്വദിച്ച് ഇവിടെ ത്രിഭുവൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇറങ്ങി. ഒരു ചെറിയ എയർപോർട്ടാണ്, വലുതല്ലെങ്കിലും അത്യാവശ്യം നല്ല എയർക്രാഫ്റ്റ്സും എല്ലാ ഇൻ്റർനാഷണൽ സർവീസസൊക്കെ ഉണ്ട്. എന്നിട്ട് ഇവിടെ നേപ്പാളിലെ അകത്തേക്ക് എൻട്രി ചെയ്തു. ഇത് ഞാൻ സ്ഥിരം ഈ ബുദ്ധയുടെ ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് അടുത്ത പരിപാടി സിം എടുക്കലാണല്ലോ. അപ്പോൾ അങ്ങനെ സിം എടുക്കാം. അങ്ങനെ ഹോട്ടലൊക്കെ ചെക്ക് ഇൻ കഴിഞ്ഞ് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് ഈവനിങ് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ഒരു ഹാപ്പനിങ് പ്ലേസ് ഉണ്ട്, ഒരുപാട് ക്ലബും ക്രൗഡും ഒക്കെ ആയിട്ട്. തമേൽ എന്നാണ് പ്ലേസിൻ്റെ പേര്. കാഠ്മണ്ഡുവിലെ ഫസ്റ്റ് ഡേ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഫസ്റ്റ് ഞാൻ വന്നത് സ്വയംഭുനാഥ് ടെമ്പിളാണ്. മങ്കി ടെമ്പിൾ എന്ന് പറയും, കാരണം ഇവിടെ നിറച്ച് മങ്കീസൊക്കെയാണ്. ഞാൻ എൻ്റെ ബാഗൊക്കെ ഇത് സൂചിച്ച് പിടിച്ചിരിക്കുകയാണ്, എപ്പോഴാണ് അടിച്ചുകൊണ്ട് പോകണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ശരിക്കും മങ്കീസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു വൈബാണ് ഇവിടെ വരുമ്പോൾ. ഞാൻ രാവിലെ ഒരു 9:30 അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് നെക്സ്റ്റ് പ്ലേസിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഓരോ സ്ഥലങ്ങളായിട്ട് കാണാം നേപ്പാളിനെ. അപ്പോൾ വന്നോളൂ. ഇവിടെ ഒരുപാട് മങ്കീസിനെ കാണാം, അതുകൊണ്ടായിരിക്കാം മങ്കി ടെമ്പിൾ എന്നും കൂടി പറയുന്നത് ഇതിനെ. ഇവിടുന്ന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരു 360 വ്യൂ ഒക്കെ നല്ല കിട്ടിലുമാണ്. ഇവിടുത്തെ ആർക്കിടെക്ചറൊക്കെ ഭയങ്കര രസമാണ്. കല്ലിൽ ഇത്രയും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരുപോലെ. അങ്ങനെ ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ശരിക്കും ആ ഒരു നേപ്പാളിൻ്റെ ഒരു എന്താ പറയുക, ഒരു വൈബ്സൊക്കെ കിട്ടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം പിന്നെ ഇവിടെ കുട്ടി ഷോപ്സ്
ഷോപ്സൊക്കെ ഉണ്ട് നമുക്ക് മേടിക്കാനൊക്കെ ഷോപ്പിങ്ങിനൊക്കെ. പക്ഷെ നല്ല കത്തി റേറ്റ് ആട്ടോ. പെട്ടെന്നൊന്നും ചാടി വീണ് മേടിക്കാൻ നിൽക്കണ്ട, ബാർഗെയിൻ ചെയ്യേണ്ടി വരും. പിന്നെ സോറിങ്സ് ഒക്കെയാണ്. എന്തായാലും ഞാനതൊക്കെ ലാസ്റ്റ് ഡേ ഷോപ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങനെ അധികമായിട്ടൊന്നും മേടിച്ചില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ എല്ലാം ചുറ്റി നടന്ന് ഈ ടെമ്പിളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു 1 hour 2 hour സ്പെൻഡ് ചെയ്തിട്ട് പോകണം. പിന്നെ ഇവിടുന്ന് നിന്നൊരു വ്യൂ, ഇത്രയും ഹൈറ്റിൽ നിന്ന് ഞാനൊരു വ്യൂ കണ്ടപ്പോൾ എനിക്ക് ഒട്ടും മടിക്കാതെ തന്നെ ക്യാമറയിൽ പകർത്തണം തോന്നി. ഇവിടെ ഒരു ടെമ്പിളിനകത്ത് കയറിയപ്പോൾ ഉള്ള വ്യൂ ആണ്. ഇത്രയും ദിയ ഇങ്ങനെ കത്തിച്ച് വയ്ക്കുന്നത് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ കുറേ പേരിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടപ്പം മറ്റേ യോദ്ധ സിനിമയിലെ റംബോച്ചി ഒക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അവരെ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഓക്കെ, ആ സിനിമ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്, ഞാനിതായിട്ട് പറഞ്ഞതല്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ നെക്സ്റ്റ് പ്ലേസിലേക്ക് എത്തിയിരിക്കുകയാണ്, ദർബാർ സ്ക്വയർ. ഇനി ഇവിടെ കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് നമുക്കൊന്ന് ജസ്റ്റ് കാണാം. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിനകത്തൊരു ടെമ്പിളുണ്ട്, ഇതിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പം ചില സമയത്ത് മാത്രമേ നമുക്ക് ഇവിടെ വിസിറ്റ് അനുവദിക്കത്തുള്ളൂ. ഞങ്ങൾ കുറച്ച് നേരം ഞാൻ നിന്നിട്ടാണ് കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇവിടെ കുറേ പുരാതനമായ സ്റ്റോണുകൾ അവരുടെ കൊത്തുപണിയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ, ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നല്ല വിശപ്പടിച്ചു. ചായയോ ഐസ്ക്രീമോ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ കറങ്ങി കിടക്കുവാണ്. നെക്സ്റ്റ് ഞാൻ ഭക്തപൂർ ദർബാർ സ്ക്വയറിലാണ് വന്നത്. ഇതൊരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. നിങ്ങൾ വരുമ്പം മിസ് ചെയ്യരുത് ഒരിക്കലും. ഈ കുടയുടെ ഭംഗിയും പാലും ഒന്നും കണ്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട, ഇതാണ് ടാസ്ക്. പക്ഷേ ഈ ടാസ്ക് കഴിയുമ്പോൾ എന്താ സർപ്രൈസ് എന്നുള്ളത് നിങ്ങൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടല്ലോ. അപ്പോൾ ഫോളോ മീ. അങ്ങനെ കുറേ നടന്ന് കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ ആഗ്രഹിച്ചൊരു സ്ഥലത്ത് ഞാൻ എത്തിച്ചേർന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് കൈലാസ്നാഥ് മഹാദേവ സ്റ്റാച്യു ആണ്. അത് ടോളസ്റ്റ് ശിവ സ്റ്റാച്യു ഇൻ ദ വേൾഡ് ആണ്. 143 ഫീറ്റാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത് കോപ്പർ, സിങ്ക്, കോൺക്രീറ്റ് ആൻഡ് സ്റ്റീലൊക്കെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. നിന്ന്
ഇതൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഇത് ഭക്തപൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ദർബാർ സ്ക്വയർ വിസിറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇത് കുറച്ച് ഇറങ്ങാനും നല്ല ടഫാണ്, നല്ല ടാസ്ക്കാണ്. അങ്ങനെ കാഠ്മണ്ഡുവിൻ്റെ സെക്കൻഡ് ഡേ, ഫസ്റ്റ് ഡേ അങ്ങനെ കുറേ സ്ഥലത്തൊക്കെ പോയി ടയേർഡായി. അങ്ങനെ സെക്കൻഡ് ഡേ ചന്ദ്രഗിരി ഹിൽസിൽ കേബിൾ കാർ ഡ്രൈവ് ഉണ്ട്. അത് നല്ലൊരു സംഭവമാണ്, റോപ്പ് വേയിൽ. അത് മിസ് ചെയ്യരുത്. അപ്പോൾ ഞാനത് തപ്പിപ്പിടിച്ച് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ക്യാബ് എടുത്ത്. അപ്പോൾ ഞാനത് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ഇവിടുന്ന് ഞാൻ 2 വേ ടിക്കറ്റ്സാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടോപ്പ് ഹില്ലിൽ പോയിട്ട് തിരിച്ചു വരും. അപ്പോൾ എങ്ങനെയുണ്ട് ആ എക്സ്പീരിയൻസ് നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ. അങ്ങനെ ചന്ദ്രഗിരി ഹിൽസിലെത്തി കേബിൾ കാറിനുള്ള ടിക്കറ്റ് എടുക്കുവാണ് ഞാൻ. അപ്പ് ആൻഡ് ഡൗൺ ഒരു 700 rupees ഒക്കെ ആവും. ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്രയും ഹൈറ്റിലാണ് പോകണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇത്രയും ഹൈറ്റിലൊരു കേബിൾ കാർ റോപ്പ് വേയിൽ കൂടി ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഞാൻ മലേഷ്യയിലൊക്കെ കയറിയിട്ടുണ്ട്, പക്ഷേ എന്നാലും ഇത് ഇങ്ങനെ ജസ്റ്റ് നല്ല ഹൈറ്റിലോട്ടാണ് പോകുന്നത്, സ്ലോപ്പായിട്ട്. അങ്ങനെ കേബിൾ കാറിൽ ചന്ദ്രഗിരി ഹിൽസിൻ്റെ ടോപ്പിൽ എത്തിയിട്ട് താഴോട്ട് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. എന്നിട്ട് ഇവിടെ ഒരു കാഠ്മണ്ഡു വാലി വ്യൂ പോയിൻ്റ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫോട്ടോസൊക്കെ കിട്ടും. ഞാനിപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കാനുള്ള പ്ലാനിലാണ് താഴേക്ക് പോയിട്ട്. അങ്ങനെ കുറച്ച് നേരം ഇവിടെ നിന്ന് ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ തിരിച്ച് നടക്കുവാണ്. അപ്പോഴാണ് ഞാനൊരു കാര്യം കണ്ടത്. ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. സിപ്പ് ലൈന്, സ്കൈ സൈക്ലിംഗ്, അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ. ഞാനതൊന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ ഇവിടെ ലോക്ക്, ഇതറിയാമല്ലോ, നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ട്, നമുക്ക് പേരെഴുതി ലോക്ക് ചെയ്തിടുന്നത്. ഇതൊരു ശിവ ടെമ്പിളാണ്, പക്ഷെ ഇതിന് ചുറ്റും നടക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ്. അപ്പോൾ ഇവിടെ ഒരു ബെല്ല് കണ്ടു, എന്നാൽ പിന്നെ അടിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്ന് വിചാരിച്ചു. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, മൗണ്ട് എവറസ്റ്റ് വ്യൂ പോയിൻ്റ് ആണ്. ഈ ടവറിലേക്ക് കയറാൻ ചെറിയൊരു എൻട്രി ഫീ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്കതൊരു എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട്, എന്താണ് മൗണ്ട് എവറസ്റ്റിൻ്റെ ഒരു ചെറിയൊരു പോർഷനൊക്കെ കാണാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. ഞാൻ അപ്പോൾ ഇവിടെ നിന്നൊന്ന് നോക്കുവാണ്.
ഇവിടെ ഒരു ബ്രീവറി ഷോപ്പ് ഉണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് പല ഫ്ലേവേഴ്സുള്ള ബിയറാണ് ടേസ്റ്റ് ചെയ്ത് നമുക്ക് മേടിക്കാം. പക്ഷേ എനിക്ക് ബിയർ വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. പിന്നെ ഇവിടെ കുറേ ഫുഡ് അടിക്കാനുള്ള പ്ലേസുകളൊക്കെ ഉണ്ട്. പിന്നെ നേപ്പാളി സ്പെഷ്യൽ ഫുഡൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ താഴേക്ക് ഇറങ്ങുവാണ്. തിരിച്ച് താഴോട്ട് റോപ്പ് വേയിൽ ഇറങ്ങുന്ന ഒരു ശരിക്കും ഒരു ത്രിൽ എക്സ്പീരിയൻസ് തന്നെയാണ്. അങ്ങനെ ഹിൽ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ സിറ്റിയിലേക്ക് വന്നു. അപ്പോൾ ലഞ്ച് ടൈമായി. അപ്പോൾ ഇവിടുത്തെ ഒരു ഫേമസ് റെസ്റ്റോറൻ്റാണ് ചന്ദ്രൂക്ക് റെസ്റ്റോറൻറ്റ്. ഇവിടെ നേപ്പാളി ഫുഡാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു നേപ്പാളി താലി ഓർഡർ ചെയ്തു. നമ്മൾ ഏത് രാജ്യത്ത് പോലും അവിടുത്തെ ഫുഡും കൾച്ചറും ഒക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ ലഞ്ച് എല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് പശുപതിനാഥ് ടെമ്പിളാണ് ഈവനിങ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇവിടെ ഒരു പട്ടി നടക്കുന്നുണ്ട്, പോമറിനാന്ന് തോന്നുന്നു. ഓക്കെ, ഇത് വന്നിട്ട് ബാഗ്മതി റിവറിൻ്റെ അടുത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് പശുപതിനാഥ് ടെമ്പിൾ. സോ ഇവിടെ ഈവനിങ് നല്ലൊരു വൈബാണ്. പിന്നെ ഈ ഒരു സ്ഥലം നിങ്ങൾ ആരും മറക്കത്തില്ല. നമ്മുടെ യൂത സിനിമയിലെ ഒരു മെയിൻ സീനൊക്കെ ഇവിടെയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കിട്ടിക്കാണും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവിടെ ഒരു നല്ലൊരു കാഴ്ച ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു കപ്പിൾസ് ഇരുന്ന് മങ്കീസിനെ ഫീഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് അവർ വിളിക്കുമ്പോൾ എല്ലാം കൂടെ ഇത് എവിടുന്നാ ഓടി വരുന്നതെന്നൊരു സംഭവം കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഈ കപ്പിൾസ് ഡെയിലി ഇവിടെ ഫീഡ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ആ ടൈമിംഗ് ഒക്കെ ഈ മങ്കീസിന് കറക്റ്റ് അറിയാം. അവർ വരുമ്പോൾ ആ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാം എവിടുന്നാ ഓടി വരുന്നതെന്നറിയോ. ഭയങ്കര രസമാട്ടോ ആ ഒരു കാഴ്ച. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി മേളിലേക്ക് വരുമ്പോൾ ഈ കുറേ ഭംഗിയുള്ള സ്ഥലം കാണാം. ഇതാണ് യോദ്ധയിലെ കുറേ സീനുകൾ, കുറേ ഭാഗങ്ങൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഒന്ന് അയവറുത്ത് ഞാൻ ഇതിൽ കൂടെയൊക്കെ ഒന്ന് നടക്കുകയാണ്. എൻ്റെ ഫിറ്റ്നസ് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. നടപ്പെല്ലാം കഴിഞ്ഞ് താഴേക്ക് വന്നപ്പോൾ ഒരാളിത് ഹനുമാന്റെ വേഷത്തിലിരിക്കുന്നു. കുട്ടി മാമ ഞെട്ടി മാമ എന്ന് പറയുന്നത് പോലെയാണ് എൻ്റെ അവസ്ഥ. അങ്ങനെ ഇവിടെ സ്പെൻഡ് ചെയ്ത് ഒരു ഈവനിങ് 6:30 ടൈമൊക്കെ ആയപ്പോഴാണ് ഞാനിവിടെ വേറൊരു കാഴ്ച കാണുന്നത്. ഡെഡ് ബോഡീസ് എല്ലാം ഇവിടെ കത്തിക്കുന്ന ഒരു പ്ലേസ് ഉണ്ട്. നമ്മുടെ വാരണാസിയിൽ മണികർണിക ഘാട്ട് പോലെ ഒരുപാട് ഡെഡ് ബോഡീസ് ഇതിൻ്റെ ഇവിടെ കൊണ്ട് വന്ന് കത്തിക്കുന്നുണ്ട്. പണ്ട് എനിക്ക് ഇതിൻ്റെ അടുത്തൊക്കെ പോകാൻ കുറച്ച് പേടിയുള്ള ആളായിരുന്നു. പക്ഷേ ഇപ്പം വാരണാസിയിലൊക്കെ പോയപ്പോൾ ആ പേടിയൊക്കെ അങ്ങ് മാറിക്കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ആരതി നടക്കുന്നുണ്ട്. നമ്മൾ ഗംഗാ ആരതി പോലെയൊക്കെ തന്നെ ഈ ബാഗ്മതി ഇരുന്നുണ്ട് അടുത്തൊരു ആരതി നടക്കുന്നുണ്ട്. ഭയങ്കര ക്രൗഡഡാണ്. പക്ഷേ ഇത്രയും ക്രൗഡാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ എനിക്ക് സ്ഥലമൊന്നും കിട്ടിയില്ല അങ്ങനെ അടുത്ത് പോയി നിൽക്കാനൊക്കെ. അപ്പം ഞാൻ കുറച്ച് ദൂരെ നിന്ന് നിങ്ങൾക്കൊന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഈ ആരതി ഒരു കുറച്ച് നേരം ഒരു 6:30 ടൈമിലൊക്കെയാണ്. അത് കഴിയുമ്പോഴത്തേക്കും ഈ ആളുകളൊക്കെ കുറച്ച് ക്രൗഡ് മാറും. ഇത് കാണാനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഇവിടെ ഉള്ളത്. അങ്ങനെ ഈ ആരതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പോകണം. പിന്നെ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചത് കൊണ്ട് ചോദിച്ച് വേണം പോകാൻ, ലാലേട്ടൻ പറയുന്നത് പോലെ. ഇന്നത്തെ ഡേ കംപ്ലീറ്റ് ചെയ്യും മുമ്പേ ഞാൻ ലാസ്റ്റായിട്ട് വന്നത് ബുദ്ധ സ്തൂപയാണ്. ഇവിടെ നല്ല ഭംഗിയാണ് കാണാൻ. ഈ 2 ഐസ് ബുദ്ധയുടെ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഭയങ്കര അട്രാക്ഷനാണ്. അങ്ങനെ അകത്ത് കയറാൻ പറ്റിയില്ല. അകത്ത് കയറാനുള്ള ടൈമിംഗ് കഴിഞ്ഞു പോയി ഈവനിങ്. പക്ഷേ 24 hours ഇവിടെ നമുക്ക് കറങ്ങിത്തിരിഞ്ഞൊക്കെ നടക്കാം. എല്ലാം ഓപ്പണാണ്. പിന്നെ ഇവിടെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ദിയാസ് ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതൊരു നേർച്ച പോലെ കത്തിച്ച് വയ്ക്കാം. അത് കഴിഞ്ഞ് ഞാൻ ടയേർഡായപ്പോൾ ഹിമാലയ ജാവ കോഫി ഇവിടെ ഫേമസ് ആണ് നേപ്പാളിൽ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു കഫേയിലേക്ക് കയറി സ്പെഷ്യൽ കോഫി ഒന്ന് കുടിച്ചു നോക്കാം. അങ്ങനെ തിരിച്ച് ഹോട്ടലിൽ വന്ന് ഫ്രഷപ്പായിട്ട് ഓപ്പോസിറ്റ് ഒരു പബ്ബ് പോലൊരു സംഭവം കണ്ടു. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ വെള്ളം അടിക്കാനൊന്നും അല്ല വന്നത്. ഞാൻ നല്ല ഫുഡ് തപ്പി ഇറങ്ങിയതാണ്. ഇവിടെ നല്ല ഫുഡാണെന്ന് അറിഞ്ഞു. ഓക്കെ, ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്നത്തെ ഡേ നമ്മളിവിടെ എൻഡ് ചെയ്യുകയാണ്. സ്റ്റേ ട്യൂൺ ഫോർ ദ പാർട്ട് 2. അപ്പം നേപ്പാളിൻ്റെ നെക്സ്റ്റ് പാർട്ട് 2 എന്ന് പറയുന്നത് പൊക്കരയാണ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കാണിക്കാനുണ്ട്. സോ ബൈ ബൈ.